ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഇന്ന് ഒറക്കിൾ കാർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. കുറേ പേരെ ഒറക്കിൾ കാർഡ്സ് നോക്കണം, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത്, ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു. ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പറയാണ് അല്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കേണ്ടതും അവർ തന്നെ ആയിരുന്നു. ആ ഒരു തീരുമാനമെടുക്കാതെ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതിൽ അവരിപ്പോൾ ഒത്തിരി വേദനിക്കുന്നുണ്ട്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ഇത്രത്തോളം മോശമാക്കിയതും അവർ തന്നെയാണെന്ന് അവർ പറയാണ്. സെക്കൻഡ് കാർഡ് പറയുന്നത്, ഐ മിസ് അവർ ഇൻസൈഡ് ജോക്ക്. നമ്മൾ മാത്രമുള്ള നിമിഷങ്ങളെ എനിക്ക് മിസ് ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചിരുന്ന തമാശകൾ എനിക്ക് മിസ് ചെയ്യുന്നു. അവരത് വളരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനും. നിങ്ങളുമൊത്തുള്ള നിമിഷങ്ങൾ, സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവരാണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഡിലേ കാണിച്ചതെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. തേർഡ് കാർഡ് പറയുന്നത്, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. നിങ്ങളാണ് എൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി തന്നത്. ഞാനെന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് നിങ്ങളാണ്. ശരിയല്ലേ? ഈ ഒരു സെപ്പറേഷൻ അല്ലേ അവർക്ക് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ടാവുക. അവർ കരുതിയിട്ടുണ്ടാവണം അവരാണ് ശരിയെന്ന്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരിപ്പോൾ അതാണ് പറയുന്നതും. ഫോർത്ത് കാർഡ് പറയുന്നത്, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ വരാണ്. നിന്നെ എനിക്ക് എപ്പോഴും കണക്ട് ചെയ്യാണ്. ഇല്ലാതെ എനിക്ക് പറ്റില്ല. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഓർക്കുന്നു. ആ ഒരു കാര്യങ്ങൾ അവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ഇതിന് എന്താണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള 3 കാർഡ് നോക്കാം. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങൾക്ക് തുല്യത വേണമെന്ന് നിങ്ങൾ പറയുകയാണ് അല്ലേ? അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ഇനി ഒരു തുല്യത വേണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡിൽ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ വോയിസ് കേൾക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു അല്ലേ? തേർഡ് കാർഡ്, ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. എൻ്റെ ലൈഫിൽ നിന്ന് നല്ല നിമിഷങ്ങൾ പലപ്പോഴായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. അവർക്ക് എങ്ങനെ മിസ് ചെയ്യുന്നു അതിനേക്കാളും മേലേക്ക് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അവരുമൊത്തുള്ള നിമിഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവും നിങ്ങൾ അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഒറക്കിൾ കാർഡിലൂടെ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ 3 കാർഡാണ് നമ്മൾ ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ആദ്യ കാർഡ് 4 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്. മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളൊത്തുള്ള തമാശകൾ അവർക്ക് മിസ് ചെയ്യുന്നു. അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവരെന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴായി അവർ അവരുടെ ഫീലിങ്സിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് അധികം കാലമൊന്നും അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നിങ്ങളിലേക്ക് മാത്രമായിട്ട് അവരുടെ ശ്രദ്ധ പോവാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറാണ് അവർ സ്വപ്നം കാണുന്നത്.
സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് 6 ഓഫ് കപ്സ് കാർഡാണ്. ഇതും ഒരു ഇമോഷൻ തന്നെയാണ്. നിങ്ങളുടെ ഇമോഷനെയാണ് ഇവിടെ കാർഡ്സിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അവരുമൊത്തുള്ള നൊസ്റ്റാൾജിയാണ് ഓർമ്മ വരുന്നത്. ഒരു നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. പാസ്റ്റിനുമൊത്തുള്ള നിമിഷങ്ങൾ വളരെയേറെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സ് കാർഡ് കണ്ടോ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഇവിടെ ഉണ്ടാകുന്നു, അവരെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്നത് അവരോടൊന്ന് സംസാരിക്കുവാനാണ്, അവരുമൊത്തുള്ള നിമിഷങ്ങളാണ്. അത് ഓൾറെഡി നമ്മൾ ഒറക്കൽ കാർഡിൽ കണ്ടതാണ് അല്ലേ? അപ്പോൾ പാസ്റ്റിനെ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി, നിങ്ങളുടെ എനർജി, നൊസ്റ്റാൾജിയ എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെയേറെ, ഇന്നത്തെ ദിവസമാണ് പറയുന്നത്, നിങ്ങൾ വളരെയേറെ അവരെ മിസ് ചെയ്യുന്നു. പാസ്റ്റുമൊത്തുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുന്നു. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സ്വർഡ്സ് കാർഡാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. എങ്കിലും ഞാൻ പറയുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലെ വേദന എൻഡാകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലെ ക്രൈസിസ് എൻഡാകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ഒരുപാട് പേരിപ്പോൾ ഹീലിംഗ് നടത്തിയിട്ടുണ്ട്. ഡീപ്പ് ഹീലിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലുള്ള വേദന എൻഡാവാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണിക്കുന്നത്, ഹോപ്പിനെയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അധികകാലമൊന്നും അത് അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നതെന്ന് 4 ഓഫ് കപ്സ് കാർഡ് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്ന അതേ തോതിൽ തന്നെയാണ് അവരും ചിന്തിക്കുന്നത്. നിങ്ങൾ വളരെയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ അവരെ മിസ് ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, സാധ്യതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വേദന എൻഡാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഓറക്കൽ കാർഡ് പറയുന്നതും നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് കാര്യം പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.